മൈ ഡിയേഴ്സ്, നമുക്ക് പ്രൊഫൈൽ റൈറ്റിംഗ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം കേട്ടോ. ഓക്കെ, ഓൾ ഓഫ് യു ലിസൺ ഹിയർ. പ്രൊഫൈൽ റൈറ്റിംഗ് നമുക്ക് ക്വസ്റ്റ്യൻ വരെ എങ്ങനെയാണെന്നറിയോ? ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ തരാം. ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഈസ് എബൌട്ട് ദ ഫേമസ് പേഴ്സൺ. ഇവിടെ ഏതെങ്കിലും ഒരു ഫേമസ് പേഴ്സൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് തരും, ഇൻഫർമേഷൻസ് തരും. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഹിൻ്റായിട്ട് തരും. ആ ഹിൻ്റ് വെച്ചുകൊണ്ട് നമ്മളൊരു എന്ത് ചെയ്യണം, ഒരു പാരഗ്രാഫായിട്ട് അല്ലെ, ഒരു പ്രിപ്പയർ എ പ്രൊഫൈൽ, ഒരു പ്രൊഫൈൽ പ്രിപ്പയർ ചെയ്യാനാണ് പറയുക. ഇതാണ് അതിൻ്റെ ആൻസറായിട്ട് നമുക്ക് കാണുന്നത് അല്ലേ. ഇവിടെ നോക്കിയ ക്വസ്റ്റ്യനിൽ ഇവിടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടുള്ള ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ കുറച്ച് എന്താണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്, എന്താണ് കുറച്ച് ഇൻഫർമേഷനാണ്, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഡാറ്റാസാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ഈ ഡാറ്റാസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട് ആൻസർ. ഈ ഡാറ്റാസിനെ ഒന്ന് കണക്റ്റിംഗ് വേർഡൊക്കെ യൂസ് ചെയ്തിട്ടൊരു ചെറിയൊരു പാരഗ്രാഫാക്കി എഴുതുക. ഇതാണ് പ്രൊഫൈൽ റൈറ്റിംഗ് എന്ന് പറയുന്നത് അല്ലേ. വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണിത് കേട്ടോ. അപ്പോൾ ഇതിന് കുറച്ച് റൂൾസ് ഉണ്ട്, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്താണ്, ഒരു പ്രൊഫൈൽ റൈറ്റിങ്ങിൽ ഹിൻറ്റുകൾ നെയിം ഓഫ് പേഴ്സൺ അല്ലെ, ആ ഒരു ഫേമസ് ആയിട്ടുള്ള പേഴ്സൻ്റെ നെയിം തരും. പിന്നെ ഹിൻറ്റിൽ ക്വസ്റ്റ്യനിൽ തരുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത് കേട്ടോ. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് തരും, പ്ലേസ് ഓഫ് ബർത്ത് തരും, അതുപോലെ എന്താണ് നെയിം ഓഫ് പാരൻസ് തരും, എഡ്യൂക്കേഷൻ തരും, ബുക്സ് വർക്ക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തരും, അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള അവാർഡ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുണ്ടാവും. പിന്നെ ഡെത്ത്, മരിച്ചു പോയവരാണെങ്കിൽ അവരുടെ ഡേറ്റ് ഓഫ് ഡെത്തും തരും അല്ലേ. അപ്പോൾ ഇത് എല്ലാ പോയിൻറ്റ്സും ഉണ്ടായിക്കൊള്ളുന്നില്ല, പക്ഷേ ഇത്തരം ഹിൻറ്റുകളൊക്കെയാണ് നമുക്ക് പ്രൊഫൈൽ റൈറ്റിങ്ങിൽ ക്വസ്റ്റ്യനിൽ തരാറുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഹിൻറ്റ് എന്താണ്, നെയിം തരിക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്താണ് ഒരു ഹെഡിങ് ആയിട്ട് കുറച്ച് പിക്കായിട്ട് തന്നെ എന്ത് എഴുതുക. ഇവിടെ നമ്മൾ ഇപ്പോൾ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ പ്രൊഫൈലാണ് എഴുതുന്നത് കേട്ടോ, അപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഹെഡിങ് ആയിട്ട് ഡോക്ടർ APJ അബ്ദുൽ കലാം എന്ന് ഹെഡിങ് കൊടുക്കുക. പ്രൊഫൈൽ എഴുതുമ്പോൾ എപ്പോഴും നമ്മൾ ലെറ്ററൊക്കെ എഴുതുന്ന പോലെ തന്നെ ഒരു കോളൊക്കെ വരച്ചിട്ട് എഴുതാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ആ കോളത്തിൻ്റെ ഉള്ളിൽ ആദ്യം ഹെഡിങ് ആയിട്ട് ഡോക്ടർ APJ അബ്ദുൽ കലാം എന്ന് കൊടുത്തു. സെക്കൻഡ് ഹിൻറ്റ് എന്തായിട്ട് നമുക്ക് തന്നിട്ടുള്ളത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് അല്ലേ, അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് തന്നിട്ടുള്ളത്. ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞിട്ട് ഹിൻറ്റിൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ളതാണ് അല്ലേ. ഡേറ്റും എന്താണ് ഡേയും മന്തും ഇയറും ഒക്കെ തന്നിട്ടുണ്ട് അല്ലേ. 15th October 1931 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ സെൻറ്റൻസ് ആക്കാൻ എങ്ങനെയാണ്, ഒന്നുമില്ലെങ്കിൽ ഹി വാസ് ബോൺ ഓൺ എന്ന് യൂസ് ചെയ്യാം. ഇവിടെ APJ അബ്ദുൽ കലാം ഒരു ആണായതുകൊണ്ടാണ് നമ്മൾ ഹി വാസ് എന്ന് പറയുന്നത്. ഒരു ലേഡി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഷീ വാസ് എന്ന് പറയാം അല്ലേ. അപ്പോൾ ഹി വാസ് ബോൺ ഓൺ എന്നും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻ എന്നും യൂസ് ചെയ്യാം. ഓൺ എപ്പോഴാണ് യൂസ് ചെയ്യുക, ഇൻ എപ്പോഴാണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓൺ യൂസ് ചെയ്യുക എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ നോക്കൂ, ഇവിടെ നമുക്ക് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഡേറ്റും അതായത് ഡേ, മന്ത്, ഇയർ എല്ലാം തന്നിട്ടുണ്ട് നമുക്കല്ലേ. അങ്ങനെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡേറ്റ് ഓഫ് ബർത്ത് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് ഓൺ എന്ന കണക്റ്റിംഗ് വേർഡ് യൂസ് ചെയ്യണം. അപ്പോൾ എന്താ, ഹി വാസ് ബോൺ ഓൺ 15th October 1931. അങ്ങനെയാണ് നമ്മൾ ആ സെൻറ്റൻസിനെ ക്രിയേറ്റ് ചെയ്തത്. ഇനി അതല്ല, ഡേറ്റ് ഓഫ് ബർത്ത് ചിലപ്പം എന്താണ് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഡേയും മന്തൊന്നും തരാണ്ട് ഇയർ മാത്രമാണ് നമുക്ക് ഹിൻറ്റിൽ തന്നിട്ടുള്ളൂ എങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും, ഹി വാസ് ബോൺ ഇൻ ഉണ്ടാവും. ഒറ്റ ഇയർ മാത്രമേ തന്നിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഹി വാസ് ബോൺ ഇൻ 1931 എന്നെഴുതാം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് എന്തായിരുന്നു, ഫസ്റ്റ് ഹിൻറ്റ് നമ്മൾ ആളുടെ നെയിം അവിടെ കൊടുത്തു, ഹെഡിങ് ആയിട്ട് കൊടുത്തു. സെക്കൻഡ് അദ്ദേഹം എങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ എന്താണ് ഡേറ്റ് ഓഫ് ബർത്ത് എങ്ങനെയാണ് സെൻറ്റൻസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ളതെന്ന് നമ്മൾ എഴുതി. തേർഡ് എന്താണ്, പ്ലേസ് ഓഫ് ബർത്ത് ആണ് നമുക്ക് ഹിൻ്റായിട്ട് തരിക. അപ്പോൾ പ്ലേസ് ഓഫ് ബർത്ത് എങ്ങനെ നമ്മളൊരു സെൻറ്റൻസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം, അറ്റും ഇന്നും യൂസ് ചെയ്യാം അല്ലേ. കണക്റ്റിംഗ് വേർഡായിട്ട് നമുക്ക് അറ്റും ഇന്നും യൂസ് ചെയ്യാം. ഇത് എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇന്ന് ഞാൻ കുറച്ച് ബിഗ് ആക്കിയിട്ട് എഴുതിയിട്ടുണ്ട്, അറ്റ് കുറച്ച് ചെറുതാക്കിയിട്ട്. അപ്പോഴേ നമുക്ക് മനസ്സിലാക്കാം, ബിഗ് പ്ലേസിൻ്റെ മുന്നേ ഇൻ എന്ന കണക്റ്റിംഗ് വേർഡ് യൂസ് ചെയ്യണം, സ്മോൾ പ്ലേസിൻ്റെ മുന്നേ അറ്റും യൂസ് ചെയ്യാം. അപ്പോൾ എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും, ഇവിടെ ഹിൻറ്റിൽ നമുക്ക് തന്നിട്ടുള്ളത് ഡോക്ടർ APJ അബ്ദുൽ കലാം ബർത്ത് 15th October 1931 അല്ലേ. അത് അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് തന്നിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്ലേസ് ഓഫ് ബർത്ത് എന്താണ് തന്നിട്ടുള്ളത്, രാമേശ്വരം, തമിഴ്നാട്. 2 പ്ലേസ് നെയിം തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബിഗ് പ്ലേസ് ഏതാണ്, തമിഴ്നാടാണ് അല്ലേ. തമിഴ്നാട്ടിലുള്ളൊരു സ്ഥലമാണ് രാമേശ്വരം. അപ്പോൾ രാമേശ്വരത്തേക്കാൾ ബിഗ് പ്ലേസ് ആണ് തമിഴ്നാട്. അപ്പോൾ തമിഴ്നാട് എന്നതിൻ്റെ മുന്നേ ഇന്ന് ചേർക്കുക, രാമേശ്വരം എന്നതിൻ്റെ മുന്നേ അറ്റും ചേർക്കുക. അപ്പോൾ എങ്ങനെ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാം, ഡോക്ടർ APJ അബ്ദുൽ കലാം വാസ് ബോൺ ഓൺ 15th October 1931 നേരത്തെ നമ്മൾ പഠിച്ച കാര്യം അല്ലേ. ഓൺ ചേർക്കാൻ കാരണം ഡേറ്റ് ഓഫ് ബർത്ത് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് തന്നതുകൊണ്ട്. അടുത്തത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, പ്ലേസ് ഓഫ് ബർത്തിന് അവിടെ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ October 1931 അറ്റ് രാമേശ്വരം, സ്മോൾ പ്ലേസ് ആയതുകൊണ്ട് അറ്റ് യൂസ് ചെയ്തു. അറ്റ് രാമേശ്വരം ഇൻ തമിഴ്നാടു അല്ലേ, ബിഗ് പ്ലേസ് ആയതുകൊണ്ട് ഇന്നും യൂസ് ചെയ്തു.
ഓക്കെ, അപ്പോൾ അതുവരെ മനസ്സിലായല്ലോ. ഇനി അതല്ല, ഇവിടെ നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ഇയർ മാത്രമാണ് തന്നിട്ടുള്ളൂ. അതുപോലെ പ്ലേസ് ഓഫ് ബർത്ത് ഒരൊറ്റ പ്ലേസ് മാത്രമാണ് തന്നിട്ടുള്ളൂ എങ്കിൽ അല്ലേ, പ്ലേസ് ഒന്ന് തന്നിട്ടുള്ളൂ, ഇയർ മാത്രമാണ് തന്നിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും? ഡോക്ടർ APJ അബ്ദുൽ കലാം വാസ് ബോൺ ഇൻ 1931. കാര്യം എന്താ, ഇവിടെ ഇയർ മാത്രമേ തന്നിട്ടുള്ളൂ, ഫുൾ ഡീറ്റെയിൽസ് തന്നിട്ടില്ല. അപ്പോൾ നമുക്കിവിടെ ഇൻ എന്ന് യൂസ് ചെയ്യാം അല്ലേ. അപ്പോൾ ഡോക്ടർ APJ അബ്ദുൽ കലാം വാസ് ബോൺ ഇൻ 1931. പിന്നെന്താണ്, ഇവിടെ തമിഴ്നാട് മാത്രം ഒറ്റ പ്ലേസേ തന്നിട്ടുള്ളൂ. അപ്പോൾ ഒരു പ്ലേസ് മാത്രമാണ് നമുക്ക് ഹിൻഡിൽ തന്നിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ആ പ്ലേസിൻ്റെ മുന്നേ നമ്മൾ ഇൻ എന്ന പ്രപ്പോസിഷനെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 2 പ്ലേസ് തന്നിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ബിഗ് പ്ലേസിൻ്റെ മുന്നേ ഇന്ന് ചേർക്കുക, സ്മോൾ പ്ലേസിൻ്റെ മുന്നേ അറ്റും ചേർക്കുക. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ആ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്തു. അടുത്ത 4th ഹിൻഡ് എന്താണ്? നെയിം ഓഫ് പാരൻസ് ആണ്. അപ്പോൾ നെയിം ഓഫ് പാരൻസ് ഹിൻഡിൽ നമുക്ക് തരും. ഇവിടെ തന്നിട്ടുള്ള ഹിൻഡ് എന്താണ്? ഒരു സെൻറ്റൻസ് എങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യും? ഹിസ് പാരൻസ് ആറും നമുക്ക് യൂസ് ചെയ്യാം, ഹിസ് പാരൻസ് വേറും നമുക്ക് യൂസ് ചെയ്യാം. എപ്പോഴാണ് യൂസ് ചെയ്യുക, വേറെ എപ്പോഴാണ് യൂസ് ചെയ്യുക എന്നുള്ളത് മാത്രം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്താണ്? ഇഫ് ദേ ആർ പാസ്ഡ് അവേ, അല്ലെ, അവർ മരിച്ചു പോയവരാണെങ്കിൽ, പാരൻസ് മരണപ്പെട്ടു പോയവരാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് യൂസ് ചെയ്യാം? വേറെന്ന കണക്റ്റിംഗ് വേർഡ് യൂസ് ചെയ്യാം. ഇനി അതെല്ലാം നമുക്കിവിടെ എന്താ പറയുക, അവരിപ്പോഴും ജീവിച്ചിരിപ്പുള്ളവരാണെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ആറും യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മുടെ APJ അബ്ദുൽ കലാം സാറിൻ്റെ ഫാദറും മദറൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ എന്ത് സെൻറ്റൻസ് ഉണ്ടാക്കാം? ഹിസ് പേരൻസ് വേർ സൈനുൽ ആബിദീൻ ആൻഡ് ആഷിയമ്മ. ഇത്രയേ ഉള്ളൂ അല്ലേ, വെരി സിമ്പിൾ. അപ്പോൾ 4th ഹിൻഡ് നമ്മൾ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്തു. 5th ഹിൻഡ് എന്താണ്? എഡ്യൂക്കേഷനാണ് തന്നിട്ടുള്ളത് നമുക്ക് ക്വസ്റ്റ്യനിൽ. അപ്പോൾ എഡ്യൂക്കേഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനൊരു ഫോർമാറ്റ് പഠിച്ചു വെക്കാം. എഡ്യൂക്കേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിനെങ്ങനെ ഒരു സെൻറ്റൻസ് ആക്കാം എന്നുള്ളത് അല്ലേ. ഹി കംപ്ലീറ്റഡ് ഡാഷ് ഫ്രം ഡാഷ് ഇൻ ഡാഷ്. ഇവിടെ എന്താണ്? അപ്പോൾ ഹിൻഡിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? എഡ്യൂക്കേഷന് ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ്, അദ്ദേഹത്തിൻ്റെ ഡിഗ്രി അല്ലേ, അദ്ദേഹം എടുത്തിട്ടുള്ള കോഴ്സ് എന്താണെന്നുള്ളത് ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് ആണ്. എവിടെ വെച്ചിട്ടാണ് പഠിച്ചിട്ടുള്ളത്? എവിടെ നിന്നാണ് പഠിച്ചിട്ടുള്ളത്? സെൻറ്റ് ജോസഫ് കോളേജ്, തിരുച്ചിറപ്പള്ളി അല്ലേ, അവിടെ നിന്നാണ് പഠിച്ചിട്ടുള്ളത്. ഏത് ഇയറിലാണ് പഠിച്ചിട്ടുള്ളത്? 1954. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോർമാറ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ എങ്ങനെയാവും? ഹി കംപ്ലീറ്റഡ് ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് ഫ്രം, എവിടെ നിന്നാണ്? ഫ്രം സെൻറ്റ് ജോസഫ് കോളേജ്, തിരുച്ചിറപ്പള്ളി. പിന്നെ ഇയർ ആണ് തന്നിട്ടുള്ളത്. നമ്മൾ നേരത്തെ പഠിച്ച കാര്യമാണ്, ഇയറിൻ്റെ മുന്നേ ഇന്നാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഇൻ 1945 എന്ന് ചേർത്താൽ അവിടെ സെൻറ്റൻസ് സെറ്റായി അല്ലേ. അടുത്ത് നമുക്ക് ഹിൻഡ് തന്നിട്ടുള്ളത്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഹിൻഡ് ബുക്സ് ഓർ വർക്കാണ് അല്ലേ. ഇവിടെ ഹിൻഡിൽ തന്നിട്ടുള്ളത് വർക്ക്സ്, വിങ്സ്, അദ്ദേഹത്തിൻ്റെ വർക്ക്സ് ഏതൊക്കെയാണ്? വിങ്സ് ഓഫ് ഫയർ, ഇന്ത്യ 2020, ഇഗ്നൈറ്റഡ് മൈൻഡ്സ്, ഇതൊക്കെയാണ് അദ്ദേഹം എഴുതിയിട്ടുള്ള ബുക്സുകൾ അല്ലേ, അദ്ദേഹത്തിൻ്റെ വർക്കുകളാണ് ഇതൊക്കെ. അപ്പോൾ അതെങ്ങനെ നമ്മൾ സെൻറ്റൻസ് ആക്കി ക്രിയേറ്റ് ചെയ്യും? ഹിസ് ഫേമസ് വർക്ക്സ് ആർ അല്ലേ, അദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്ക്സ് ആണ് ഏതൊക്കെ? വിങ്സ് ഓഫ് ഫയർ, ഇന്ത്യ 2020, ഇതൊക്കെ അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? ഹിസ് ഫേമസ് വർക്ക്സ് ആർ വിങ്സ് ഓഫ് ഫയർ, ഇന്ത്യ 2020 ആൻഡ് ഇഗ്നൈറ്റഡ് മൈൻഡ്സ് അല്ലേ. ഇവിടെ മൂന്ന് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ 2 നമ്മൾ കോമ ഇട്ടിട്ട് എഴുതുക, ലാസ്റ്റത്തത് എന്ത് ചെയ്യുക? ആൻഡ് ഇട്ടിട്ട് എഴുതുക. ഓക്കെ, ആൻഡ് എന്ന് പറഞ്ഞിട്ട് ഇഗ്നൈറ്റഡ് മൈൻഡ്സ് എന്ന് പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇടുക. ഇനി 2 തന്നിട്ടുള്ളെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഹിസ് ഫേമസ് വർക്ക്സ് ആർ വിങ്സ് ഓഫ് ഫയർ, ഇന്ത്യ 2020, വിങ്സ് ഓഫ് ഫയർ ആൻഡ് ഇന്ത്യ 2020 അങ്ങനെ എഴുതാം. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് നമ്മൾ കൊടുക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ആൻഡ് എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതാണ് 6th ഹിൻഡ്. അങ്ങനെ നമ്മൾ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്തു. 7th ഹിൻഡ് നോക്കിയ അവാർഡ്സ് ആണ്, അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള അവാർഡ്സ്. അവിടെ നമ്മൾ നമ്മളെങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ അവാർഡ്സ് ഹിൻഡിൽ നമുക്ക് തന്നിട്ടുള്ളത്? പത്മഭൂഷൺ, അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള അവാർഡ്സാണ്. പത്മഭൂഷൺ ഇൻ 1981, ഭാരത് രത്ന 1997, പത്മവിഭൂഷൺ 1990. ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ള ഹിൻഡ്. ഇതിനെ നമ്മൾ സെൻറ്റൻസ് ആക്കണം. എങ്ങനെയാണ് ആക്കുക? ഹി റിസീവ്ഡ് മെനി അവാർഡ്സ് അല്ലേ, അദ്ദേഹത്തിന് ഒരുപാട് അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. ഇൻക്ലൂഡിങ് ഏതൊക്കെയാണ്? പത്മഭൂഷൺ അല്ലേ, പത്മഭൂഷൺ ഇൻ 1981. കാര്യം എന്താ? ഇയറിൻ്റെ മുന്നേ ഇന്ന് ചേർക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പത്മഭൂഷൺ ഇൻ 1981. പിന്നെന്താ? ഭാരത് രത്ന ഇൻ 1997, പത്മവിഭൂഷൺ ഇൻ 1990 എക്സെട്ര. ഓക്കെ, ഇവിടെ നമ്മൾ ആൻഡ് പത്മവിഭൂഷൺ ഇൻ 1990 എക്സെട്ര അങ്ങനെ ചേർക്കണം കേട്ടോ, ആൻഡ് ചേർക്കുക. ഓക്കെ, ഇവിടെ ചേർത്തിട്ടില്ല, പക്ഷേ ഇവിടെ ആൻഡ് നമ്മൾ ചേർക്കുക. ഓക്കെ, അപ്പോൾ അവാർഡ്സ് കഴിഞ്ഞു. 8th നോക്കൂ, ഡെത്ത് അല്ലേ. നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് പോലെ തന്നെയാണ് ഡേറ്റ് ഓഫ് ഡെത്തിൻ്റെ കേസും. എങ്ങനെയാണ് ഡെത്തിൻ്റെ കേസിൽ എങ്ങനെയാണ് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുക? നമ്മൾ ഡെഡ് ഓൺ അല്ലെങ്കിൽ ഇന്ന് കൊടുക്കുക. ഓൺ എപ്പോഴാണ് കൊടുക്കുക, ഇന്ന് എപ്പോഴാണ് കൊടുക്കുക? നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ, ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ കേസിൽ പഠിച്ചു. ഓൺ എപ്പോഴാണ് കൊടുക്കുക? ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൺ കൊടുക്കും. ഇയർ മാത്രമാണ് തന്നിട്ടുണ്ടെങ്കിൽ ഇന്നും കൊടുക്കും. അപ്പോൾ ഇവിടെ ഹിൻഡിൽ തന്നിട്ടുള്ളത് ഡെഡ് 27 ജൂലൈ 2015, ഷില്ലോങ്, മേഘാലയ.
ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. ഹി ഡെഡ് ഓൺ 27 ജൂലൈ 2015 അറ്റ് ഷില്ലോങ് ഇൻ മേഘാലയ. അല്ലേ, 2 പ്ലേസ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? ആദ്യം ഡേറ്റിൻ്റെ കാര്യം പറയണം അല്ലേ. യെസ്, ഹി പാസ്ഡ് എവേ അങ്ങനെ നമുക്ക് പറയാം അല്ലേ. അല്ലെങ്കിൽ ഹി ഡെഡ് ഓൺ അല്ലെങ്കിൽ ഹി ഡെഡ് ഓൺ എന്ന് പറയാം, അല്ലെങ്കിൽ ഹി പാസ്ഡ് എവേ, രണ്ടും നമുക്ക് യൂസ് ചെയ്യാം. ഹി ഡെഡ് ഓൺ 27th ജൂൺ. ഇവിടെ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ഹി ഡൈഡ് ഓൺ 27th ജൂലൈ 2000. അവിടെ ഡേറ്റിൻ്റെ കാര്യത്തിൽ അവിടെ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ശരിക്കും അദ്ദേഹം ഡെത്ത് ആയിട്ടുള്ളത് എന്താണ്? 27th ജൂലൈ 2015 അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഹി ഡൈഡ് ഓൺ 27 ജൂലൈ 2015 അല്ലേ, ഡേറ്റ് എഴുതി നമ്മൾ. ഇവിടെ നമ്മൾ ഓൺ കൊടുക്കാൻ കാരണം എന്താണ്? ഇവിടെ ഫുൾ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഡേറ്റും മന്തും ഇയറും അങ്ങനെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട്. കാരണം നമ്മൾ ഹി ഡെഡ് ഓൺ 27 ജൂലൈ 2015 എഴുതി. ഇനി 2015 മാത്രമാണ് തന്നിട്ടുള്ളത് നമ്മൾ എങ്ങനെ എഴുതും? ഹി ഡെഡ് ഇൻ 2015 എന്ന് എഴുതും അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്തായാലും ഫുൾ ഡീറ്റെയിൽ തന്നത് കാരണം നമ്മളിവിടെ ഓൺ എന്ന് കൊടുത്തു. പിന്നെ 2 പ്ലേസ് നെയിം വന്നിട്ടുണ്ട് അല്ലേ. ഷില്ലോങ്ങും മേഘാലയയും തന്നിട്ടുണ്ട്. അപ്പോൾ ഷില്ലോങ് സ്മോൾ പ്ലേസ് ആണ്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുക? അറ്റ് ഷില്ലോങ് ഇൻ മേഘാലയ എന്ന് ചേർക്കാം. അപ്പോൾ ഇത്രയായിട്ടുണ്ടെങ്കിൽ എന്താണ് പ്രൊഫൈലായി അല്ലേ. അതിന് ഒരുമിച്ച് എഴുതിയതാണ് ഈ കാണുന്നത്. നോക്കൂ, ഡോക്ടർ APJ അബ്ദുൽ കലാം. നമ്മളൊരു എന്താണ് ഒരു മിനിറ്റ്, ഓക്കെ, ഒരു ബോക്സൊക്കെ വരച്ചിട്ട് ചെയ്യാൻ നോക്കണം. ഒരു കോളത്തിൻ്റെ ഉള്ളിൽ വേണം പ്രൊഫൈൽ റൈറ്റ് ചെയ്യാൻ. മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ഹി ഡൈഡ് ഓൺ 27th ജൂലൈ 2000. അവിടെ ഡേറ്റിൻ്റെ കാര്യത്തിൽ അവിടെ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ശരിക്കും അദ്ദേഹം ഡെത്ത് ആയിട്ടുള്ളത് എന്താണ്? 27th ജൂലൈ 2015 അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഹി ഡൈഡ് ഓൺ 27 ജൂലൈ 2015 അല്ലേ, ഡേറ്റ് എഴുതി നമ്മൾ. ഇവിടെ നമ്മൾ ഓൺ കൊടുക്കാൻ കാരണം എന്താണ്? ഇവിടെ ഫുൾ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഡേറ്റും മന്തും ഇയറും അങ്ങനെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട്. കാരണം നമ്മൾ ഹി ഡെഡ് ഓൺ 27 ജൂലൈ 2015 എഴുതി. ഇനി 2015 മാത്രമാണ് തന്നിട്ടുള്ളതെന്ന് നമ്മൾ എങ്ങനെ എഴുതും? ഹി ഡെഡ് ഇൻ 2015 എന്ന് എഴുതും അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്തായാലും ഫുൾ ഡീറ്റെയിൽ തന്നത് കാരണം നമ്മളിവിടെ ഓൺ എന്ന് കൊടുത്തു. പിന്നെ 2 പ്ലേസ് നെയിം വന്നിട്ടുണ്ട് അല്ലേ. ഷില്ലോങ്ങും മേഘാലയയും തന്നിട്ടുണ്ട്. അപ്പോൾ ഷില്ലോങ് സ്മോൾ പ്ലേസ് ആണ്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുക? അറ്റ് ഷില്ലോങ് ഇൻ മേഘാലയ എന്ന് ചേർക്കാം. അപ്പോൾ ഇത്രയായിട്ടുണ്ടെങ്കിൽ എന്താണ് പ്രൊഫൈലായി അല്ലേ. അതിന് ഒരുമിച്ച് എഴുതിയതാണ് ഈ കാണുന്നത്. നോക്കൂ, ഡോക്ടർ APJ അബ്ദുൽ കലാം. നമ്മളൊരു എന്താണ് ഒരു മിനിറ്റ്, ഓക്കെ, ഒരു ബോക്സൊക്കെ വരച്ചിട്ട് ചെയ്യാൻ നോക്കണം. ഒരു കോളത്തിൻ്റെ ഉള്ളിൽ വേണം പ്രൊഫൈൽ റൈറ്റ് ചെയ്യാനായിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം? ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? APJ അബ്ദുൽ കലാം ഹെഡിങ് കൊടുക്കുക. പിന്നെ നമ്മൾ നോക്കൂ, ഡോക്ടർ ഈ തന്ന ഹിൻഡ് വെച്ചിട്ട് അത് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ എഴുതിയിട്ടുള്ളത് കേട്ടോ. ഡോക്ടർ APJ അബ്ദുൽ കലാം വാസ് ബോൺ ഓൺ 15th October 1931 at രാമേശ്വരം in തമിഴ്നാടു. His parents were Zainul Abidin and Ashiyamma. He completed his Bachelor of Engineering from St. Joseph College, Tiruchirappalli in 1954, and he completed his Master of Engineering from Madras Institute of Technology. His famous works, അതായത് ഇതിലില്ലാത്തൊരു സംഭവമാണ് അതിൽ ആഡ് ആക്കിയതാണ്. His famous works are Wings of Fire, India 2020 and Ignited Minds. Okay, he received many awards including Padma Bhushan in 1981, Padma Vibhushan in 1990 and Bharat Ratna in 1990. He died on 27th July 2015 at Shillong in Meghalaya. Okay, അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഈ തന്ന ഹിൻഡ് വെച്ച് തന്നെ നമ്മൾ ചെയ്യാന്നുള്ളതാണ്. അതിൽ അറ്റ്, ഇന്ന് അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങൾ, കണക്റ്റിംഗ് വേർഡ്സ് യൂസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മിസ്സിനടുത്ത് ചോദിക്കണം. അപ്പോൾ ഇത് ഈ ഫുള്ളായിട്ട് ഈ എക്സ്പ്ലനേഷനൊക്കെ എന്താ പറയുക, വാച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ സ്വന്തമായിട്ട് ഈ ഒരു പ്രൊഫൈൽ നമ്മളുടെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ
പ്രൊഫൈലാണ്, അവിടെ കുറച്ച് ഡീറ്റെയിൽസാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഈ ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് ഈ തന്നിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക, നല്ലൊരു അടിപൊളി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക നിങ്ങൾ കേട്ടോ. മിസ്സിന് അയച്ചു തരാം. ഓക്കെ, നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് മിസ് എന്ത് ചെയ്യാം, നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മിസ്സിൻ്റെ അടുത്ത് ചോദിക്കുക കേട്ടോ.